ദൈവമേ, എന്റെ കണ്ണടിച്ചു പോയതാണോ അതോ ഇതിന് പവർ ഇല്ലാത്തതാണോ? നീ എന്തിനാ എന്റെ മാല എടുത്തിട്ടെ? ഈ മാല സ്വർണ്ണമാലയൊന്നും അല്ലല്ലോ, മുത്തുമാലയല്ലേ? മുത്തുമാലയാണെങ്കിൽ അത് എന്റെ മാലയാണ്. ചോദിക്കാൻ പറയാ എന്തിനാണ് എടുത്തിട്ടുണ്ടേ? നിന്റെ മാലയിൽ ഇതിനകത്ത് എഴുതി വെക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇടി, ഇത് എന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന മാലയാണ്. നിന്റെ അച്ഛനാ? റിങ്കി, ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞോട് നിന്റെ അച്ഛൻ എന്ന് പറയരുത്. എടി, അത് എന്റെയും കൂടെ അച്ഛനാണ്. എന്റെ അച്ഛൻ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അയ്യോ, നീ പിന്നെ അങ്ങനെ പറഞ്ഞോ. നീ എന്റെ മാല ഊര്. ഒരുമാതിരി മറ്റടുത്ത ഡയലോഗ് അടിക്കാതെ മാല ഊര്. മാല ഊരാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? എന്തെയോ ഞാൻ കാണിച്ചുതരാം. നീ മര്യാദക്ക് മാല ഊര്. ഒരു ന്യായം പറഞ്ഞോണ്ടിരിക്കാതെ മാല ഊര്. പറ്റൂല. ഒരു മാനേഴ്സ് ഇല്ലാത്ത സാധനം. വല്ലവരുടെ സാധനം യൂസ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് ചോദിച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞോടായിരുന്നു. ഇല്ല, വല്ലവരെ സാധനം എനിക്ക് തോന്നുന്നില്ല. ഇത് അച്ഛൻ മേടിച്ചാണെങ്കിൽ ഇത് എന്റെ കൂടെ സാധനമാണ്. ഇത് എനിക്ക് മേടിച്ചെന്നാലും നിനക്ക് കഴുത്തിന്റെ കളവ് എടുക്കണം. അമ്മ ചോദിക്കാതെ എന്നെ മാല എടുത്ത അമ്മ. ഞാൻ ഒരു ദിവസം പോലും ഇട്ടില്ല. ഇത് ഇവിടെ സാധനമാണെങ്കിൽ ഇവിടെ എനിക്ക് തരുമോ? എടി, ആ മാല എടുത്തു. നിനക്ക് എന്തോ പ്രശ്നം? നിന്റെ അനിയത്തിയല്ലേ? ആ സാധനത്തിലൊക്കെ ജീവനുണ്ട്. എനിക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെ, എന്തോ കൊച്ചു പിള്ളേരെ പോലെ നഴ്സറി പഠിക്കുന്ന പിള്ളേരെ എന്റെ സാധനം നീ എടുത്താൽ മണി കണ്ട ഒരു മുത്തുമാലയ്ക്ക് വേണ്ടി ഇവിടെ അടിയും പിടിയും ബഹളം കണ്ട. അപ്പൊ ഈ സ്ഥലത്തിന്റെ വീടിന്റെ കാര്യം വരുമ്പോഴോ? സ്ഥലത്തിന്റെ വീടിന്റെ അതെ, ഒരു ചെറിയ നെഞ്ചുവേദന വന്ന പേരിൽ എട്ടും പൊട്ടും തിരിയാത്ത പെൺപിള്ളേരെ പേരിൽ വീടും സ്ഥലവും ഒക്കെ എഴുതി വെക്കാൻ പോകുന്ന ഒരു പ്രത്യേക ജൻസിൽപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ അച്ഛനായിട്ട് മാറുകയാണ് നിങ്ങളുടെ അച്ഛൻ. റെക്കോർഡ് നേടാൻ പോവാം. വിളിച്ചു പറയണേ. അച്ഛന് ചെറിയ നെഞ്ചുവേദന വന്ന് വീടും സ്ഥലമൊക്കെ നിങ്ങളുടെ പേരിൽ ഭാഗിച്ചു തരാൻ പോണം. മണി, നീ കളിയാക്കിയൊന്നും വേണ്ട. എനിക്കൊരു നിർബന്ധമുണ്ട്. എന്റെ മക്കൾ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും വഴക്കും പിടിയായിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ഇത് വേണം. ഓരോ ഭ്രാന്തുകള്. എന്തോന്നു? അതെ, എനിക്ക് ഈ വീടും സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട. അച്ഛന് കാശായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിൽ തന്നേക്കാം. അതാകുമ്പോ ഡെയിലി എനിക്ക് പുട്ടടിക്കാൻ. അതാണ്. അവക്ക് 5 or 10 രൂപ പുട്ടടിക്കാൻ വേണ്ടിട്ട് കൊടുത്താ മതി. അച്ഛാ വീടും പറമ്പൊക്കെ എനിക്ക് അങ്ങ് എഴുതാ. എന്തോ അയ്യാടമ്പള പുളിച്ചു. നീ അങ്ങ് എടുത്തോളൂ അല്ലേ? എല്ലാം കൂടെ എടുത്തോളും. വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറയണ്ട. നിങ്ങൾ വെറുതെ തർക്കിക്കുകയും വഴക്കടിക്കൊന്നും വേണ്ട. ഇവിടെ എന്തായിരുന്നാലും ഈ വീടിന്റെ കാര്യത്തിലാണെങ്കിലും പുരയിടത്തിന്റെ കാര്യത്തിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ. രണ്ടുപേർക്കും ഒരേപോലെ. അതെന്തോ ഈക്വല്? ഞാനല്ലേ മൂത്ത മോള് കുടുംബത്തില്. അതുകൊണ്ട് ഈക്വൽ ആയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ മൂത്ത മോളായോണ്ട് ഇപ്പൊ എന്ത് ചെയ്യണത്? മൂത്ത മോക്കാണ് മുൻതൂക്കം. പിന്നെ മുൻതൂക്കം. അതമ്മ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. അമ്മ ആദ്യം പ്രസവിച്ചത് എന്നെയാണോ റിങ്കിയാണോ? സംശയം എന്താ? എന്നെ. നിന്റെ അടുത്ത് ചോദിച്ചില്ല, അമ്മ അടുത്തല്ലേ പറഞ്ഞത്? അമ്മ പറഞ്ഞോടാ. അമ്മ ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. അമ്മക്ക് പറഞ്ഞപ്പോ എന്ത്? റിങ്കി പോരെ. റിങ്കി ആണല്ലോ. റിങ്കി ജനിച്ചു കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അപ്പൊ ഈ 4 വർഷം നിങ്ങൾ രണ്ടുപേരും ചെലവാക്കിയത് റിങ്കിക്ക് വേണ്ടിയില്ല. എനിക്ക് വേണ്ടി ഒന്നും ചെലവാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഭാഗിക്കുമ്പോ എനിക്ക് കൂടുതൽ തരണം. കാരണം ഈ 4 വർഷം എന്റെ പോയില്ലേ? മോളുടെ ബുദ്ധി പോയ പോക്ക് നോക്ക്. മണി, നമുക്ക് കിട്ടിയ രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെ. 4 വർഷം പോയില്ലേ പോലും. അതിന് 10 ഇരട്ടിയായിട്ട് മുടിപ്പിച്ചല്ലോ ജനിച്ചതിന് ശേഷം. കച്ചറ പിള്ളേര്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് എന്ത് സ്വത്തുണ്ടോ എന്തുണ്ടെങ്കിലും അത് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ ഒരു കാര്യം, ഇവിടെ ഇപ്പൊ വസ്തു അളക്കാനായിട്ട് ആള് വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. അവര് മുമ്പ് അച്ഛനെ നാണം കെടുത്തല്. രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്. ഇവളടുത്ത് പറഞ്ഞാൽ മതി. കച്ചട സ്വഭാവം. ഒന്ന് വാടിച്ചിട്ടുണ്ടായിരിക്കോ? ഒന്നാമത് ഇപ്പഴേ മോഷണമാണ്. അങ്ങനെ ഇപ്പൊ നീ ഇത് ഇടണ്ട. ദേഷ്യം കേട്ടോ. എന്റെ പറയുന്നില്ല വയ്യ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.